വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൊഞ്ച് റോസ്റ്റാണ്. അതിനായിട്ട് കൊഞ്ച് കഴുകി വൃത്തിയാക്കിയത് 1/2 കിലോ, ചെറിയ ഉള്ളി അരിഞ്ഞത് 150 ഗ്രാം, തക്കാളി ചെറുതായി അരിഞ്ഞത് 3 എണ്ണം വലുത്, ഇഞ്ചി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത്, കറിവേപ്പില 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തിട്ട് ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റുക. ബ്രൗൺ നിറമായി കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇടുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതിലേക്ക് ചേർക്കുക. വെളുത്തുള്ളിയുടെ പച്ചച്ചവ മാറിയതിനു ശേഷം അതിലേക്ക് ഇഞ്ചി ഇടുക. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ അതിലോട്ട് ചേർക്കുക. കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, മല്ലിപ്പൊടി 1/2 സ്പൂൺ, ഇതിന്റെ എല്ലാം പച്ചമണം മാറിയതിനു ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അതിലേക്ക് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി അടച്ചു വെച്ച് വേവിക്കുക. ഉള്ളിയും തക്കാളിയും എല്ലാം നല്ലതുപോലെ വെന്തുടഞ്ഞതിനു ശേഷം അതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് ഇട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. വെന്തതിനു ശേഷം 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. ചെറു തീയിൽ 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക.
കൊഞ്ച് റോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. ഇത് ചപ്പാത്തിക്കും ചോറിനും പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.